2024 ജനുവരി 24 നടന്ന കോപ ഡെൽറേ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ എഫ്.സി. ബാഴ്സലോണയുടെ കിരീട പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അത്ലറ്റിക് ക്ലബ്ബ് മുന്നോട്ടുപോയി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ആവേശകരമായ പോരാട്ടത്തിൽ 4 മുതൽ 2 വരെയാണ് അവർ വിജയം നേടിയത്. ഈ നിർണായക മത്സരം നടന്നത് അത്ലറ്റിക് ക്ലബ്ബിന്റെ ഹോം ഗ്രൗണ്ടായ സാൻ മാമസിലായിരുന്നു. അവിടെ വെച്ച് സ്പാനിഷ് ഫുട്ബോളിലെ ഈ പ്രധാന നോക്കൌട്ട് ടൂർണമെന്റിൽ മുന്നോട്ടു പോകാനായി ബാസ്കഡീൻ തങ്ങളുടെ കറ്റാലൻ എതിരാളികളെ മറികടക്കാൻ അസാമാന്യമായ പോരാട്ടവീര്യം തന്നെ കാഴ്ചവെച്ചു. ഈ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ്ബിനായി ഗോർക്ക ഗുരുസെറ്റിയും ഓഹിയാൻ സാൻസിറ്റും ഗോളുകൾ നേടിയപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോവ്സ്കിയും ലാമിൻ യമാലും വല കുലുക്കി. ഇതോടെ കളി 90 മിനിറ്റിനപ്പുറം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ ഫലം നിർണ്ണയിക്കപ്പെട്ട ഈ മത്സരം ബാഴ്സലോണയുടെ ടൂർണമെന്റിലെ കുതിപ്പ് അവസാനിപ്പിച്ചു എന്നതിലുപരി സ്പെയിനിലെ ചരിത്രപരമായി ഏറ്റവും വിജയകരമായ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള തീവ്രവും നിലനിൽക്കുന്നതുമായ വൈരാഗ്യത്തിന് ഒരിക്കൽ കൂടി അടിവരയിട്ടു. പ്രത്യേകിച്ചും കോപ ഡെൽ റേയിൽ ഇവർ കിരീടത്തിനായി പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട്. അത്ലറ്റിക് ക്ലബ്ബിന്റെ ഈ വിജയം അവരുടെ സീസണിലെ ഒരു പ്രധാന നിമിഷം തന്നെയാണ്. സ്വദേശീയ കിരീടത്തിനായുള്ള അവരുടെ പോരാട്ടത്തിന് ഇത് വലിയ ഊർജ്ജം പകരുമെന്നതിൽ സംശയമില്ല. ക്വാർട്ടർ ഫൈനലിലെ പോരാട്ടം തുടങ്ങിയത് തന്നെ തീപാറുന്ന ഗോളുകളോടെയാണ്. അത്ലറ്റിക് ക്ലബ്ബിനു വേണ്ടി ഗോർക്ക ഗുരുസെറ്റിയാണ് ഗോളടി തുടങ്ങിയത്. കളി തുടങ്ങി വെറും 36 സെക്കൻഡിനുള്ളിൽ തന്നെ. അതോടെ അവർക്ക് തുടക്കത്തിലെ ലീഡ് കിട്ടി. സാൻ മാമസ് സ്റ്റേഡിയം ആവേശത്തിലായി. പക്ഷേ ബാഴ്സലോണ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. റോബർട്ട് ലെവൻഡോവ്സ്കി ഒരു സമനില ഗോൾ മടക്കി. പിന്നാലെ പ്രതിഭാശാലിയായ ലാമിൻ യമാലിന്റെ ഒരു കിടിലൻ ഗോൾ കൂടി വന്നതോടെ കളി അതിഥി ടീമായ ബാഴ്സലോണക്ക് അനുകൂലമായി. വിതാരത്തിന്റെ ഗോളിലൂടെ ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയുടെ കരുത്ത് വ്യക്തമായി. എന്നാൽ അത്ലറ്റിക് ക്ലബ്ബ് അപ്പോഴും തോൽവി സമ്മതിക്കാൻ ഒരുക്കമായിരുന്നില്ല. ഓഹിയാൻ സാൻചെറ്റ് വീണ്ടും വല കുലുക്കി സ്കോർ സമനിലയിലാക്കി. ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം റെഗുലർ ടൈമിന്റെ അവസാനം 2 മുതൽ 2 വരെ സമനിലയിൽ കലാശിച്ചു. അതോടെ ഒരു വിജയിയെ കണ്ടെത്താൻ അധികമായി 30 മിനിറ്റ് എക്സ്ട്രാ ടൈം കളിക്കേണ്ടി വന്നു. മാറിമറിഞ്ഞ് സ്കോർ നില ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി. ഈ ചരിത്രപരമായ മത്സരത്തിന്റെ വാശിയേറിയ സ്വഭാവം അത് വിളിച്ചോതി. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ ആവേശം 10 മടങ്ങ് വർദ്ധിച്ചു. ഈ അവസരം ഏറ്റവും നന്നായി മുതലെടുത്തത് അത്ലറ്റിക് ക്ലബ്ബായിരുന്നു. ബാസ്ക് നിരയുടെ രക്ഷകരായി എത്തിയത് വില്യംസ് സഹോദരങ്ങളായ ഇനാക്കിയും നിക്കോയുമാണ്. നിർണായക ഗോളുകളിലൂടെ അവർ ടീമിന് വിജയം സമ്മാനിച്ചു. എക്സ്ട്രാ ടൈമിൽ ആദ്യം ഗോൾ നേടിയത് ഇനാക്കി വില്യംസ് ആയിരുന്നു. ഇതോടെ അത്ലറ്റിക് ക്ലബ്ബ് മുന്നിലെത്തി. പിന്നാലെ സഹോദരൻ നിക്കോ വില്യംസ് ഒരു ഗോളിലൂടെ ബാഴ്സലോണയുടെ പതനം ഉറപ്പിച്ചു. സ്കോർ 4 മുതൽ 2 വരെ ആക്കി ഉറപ്പിച്ചതോടെ റെയിൽ നിന്ന് കാടലിൻ വമ്പന്മാരെ പുറത്താക്കുകയും ചെയ്തു. സഹോദരങ്ങളുടെ ഈ ഗോൾ നേട്ടം ടീമിന്റെ പോരാട്ടവീര്യവും ടൂർണമെന്റിൽ മുന്നോട്ടു പോകാനുള്ള അവരുടെ നിശ്ചയദാർഢ്യവും വിളിച്ചോതുന്നതായിരുന്നു. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വലിയ തിരിച്ചടിയായി. ഒരു പ്രധാന ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് ശേഷിക്കുന്ന ലാ ലിഗ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ അവരുടെ സമ്മർദ്ദം കൂട്ടും. നോക്കൌട്ട് മത്സരങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്ന ശക്തരായ എതിരാളികളെന്ന അത്ലറ്റിക് ക്ലബ്ബിന്റെ പേര് ഈ വിജയം വീണ്ടും ഉറപ്പിച്ചു. കഴിഞ്ഞ 2023 മുതൽ 2024 വരെ ലാ ലിഗ സീസണിലെ അവരുടെ കളിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു ഈ കോപ്പ ഡെൽ റേ മത്സരം. 2023 ഒക്ടോബർ 22-ന് എഫ്.സി. ബാഴ്സലോണ അവരുടെ ഹോം ഗ്രൗണ്ടായ എസ്താഡി ഒളിമ്പിക് ലൂയിസ് കമ്പാനീസിൽ വെച്ച് അത്ലറ്റിക് ക്ലബ്ബിനെ നേരിട്ടപ്പോൾ ഒരു ഗോളിന് കഷ്ടിച്ച് ജയിച്ചു കയറുകയായിരുന്നു. ആ ലീഗ് മത്സരത്തിൽ അവസാന നിമിഷം മാർക്ക് ഗ്യൂയി നേടിയ ഒരു ഗോളായിരുന്നു ബാഴ്സയുടെ വിജയം ഉറപ്പിച്ചത്. സ്വന്തം ലീഗിൽ ശക്തരായ എതിരാളികളെപ്പോലും മറികടന്ന് പോയിന്റുകൾ നേടാനുള്ള ബാഴ്സയുടെ കഴിവ് അത് അടിവരയിട്ട് കാണിച്ചു. ലീഗ് മത്സരത്തിൽ ബാഴ്സലോണ ജയിച്ചെങ്കിലും സ്വന്തം തട്ടകത്തിൽ ഒരു നോക്കൌട്ട് മത്സരത്തിൽ കളിക്കുമ്പോൾ അത്ലറ്റിക് ക്ലബ്ബ് എത്രത്തോളം ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഈ കോപ്പ ഡെൽ റേ മത്സരം കാണിച്ചുതന്നു. ഒരേ സീസണിലെ ഈ രണ്ട് മത്സരങ്ങളും ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഒരു നേർചിത്രം തന്നെയാണ്. മത്സരം ഏതാണെന്നും ആരുടെ ഹോം ഗ്രൗണ്ടാണ് എന്നതിനെയുമൊക്കെ ആശ്രയിച്ച് കളി മൊത്തം മാറിമറിയാം. അവർ തമ്മിലുള്ള ചരിത്രപരമായ പോരാട്ടങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് ഈ കളികൾക്ക് കൂടുതൽ ആവേശം നൽകും. അത്ലറ്റിക് ക്ലബ്ബും എഫ്.സി. ബാഴ്സലോണയും തമ്മിലുള്ള പോരാട്ടം സ്പാനിഷ് ഫുട്ബോളിലെ, പ്രത്യേകിച്ച് കോപ്പ ഡെൽ റേയിലെ ഏറ്റവും പഴക്കമുള്ളതും ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഒന്നാണ്. രണ്ട് ക്ലബ്ബുകൾക്കും ഈ ടൂർണമെന്റിൽ വലിയ ചരിത്രമുണ്ട്. പലപ്പോഴും ഫൈനലിൽ ഏറ്റുമുട്ടാറുമുണ്ട്. കോപ്പ ഡെൽ റേയിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ റെക്കോർഡ് ബാഴ്സലോണയുടെ പേരിലാണ്. തൊട്ടുപിന്നിൽ അത്ലറ്റിക് ക്ലബ്ബുമാണ്. ഇവരുടെ ഓരോ പോരാട്ടങ്ങൾക്കും വലിയൊരു ചരിത്രമുണ്ട്. ആരാധകർക്ക് അത് വൈകാരികമായി ഒരുപാട് അടുപ്പമുള്ള വിഷയവുമാണ്. 2024 ജനുവരിയിലെ പോരാട്ടം ഈ പാരമ്പര്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു. അവരുടെ നീണ്ട ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു മികച്ച അധ്യായം കൂടി എഴുതിച്ചേർത്തു. കോപ്പ ഡെൽ റേയിലെ അത്ലറ്റിക് ക്ലബ്ബിന്റെ മുന്നേറ്റം ഈ സീസണിലെ അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുകയും സ്പെയിനിലെ മുൻനിര ടീമുകളോട് മത്സരിക്കാനുള്ള അവരുടെ കഴിവ് വിളിച്ചോതുകയും ചെയ്തു. രണ്ട് ക്ലബ്ബുകളും സ്പാനിഷ് ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ മത്സരിക്കുന്നത് തുടരുന്നതുകൊണ്ട് ഇവരുടെ ഓരോ പോരാട്ടവും ആരാധകർക്ക് വലിയ പ്രതീക്ഷയേകുന്ന ഒന്നാണ്. കടുത്ത മത്സരവും ഒപ്പം പരസ്പര ബഹുമാനവും ചേർന്ന സമ്പന്നമായ ചരിത്രമാണ് ഈ ആവേശത്തിന് പിന്നിൽ.